PSC ചോദ്യങ്ങളുടെ 13ാം ഭാഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ആസാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ കർത്താവ്. ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ കർത്താവ് അക്ബർ ചക്രവർത്തി. ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ കർത്താവ് അക്ബർ ചക്രവർത്തി. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1996. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1996. NH1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NH1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. NH1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. ജനസംഖ്യയിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ജനസംഖ്യയിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ. ജനസംഖ്യയിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൊൽക്കത്ത. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൊൽക്കത്ത. ആക്ട് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ആക്ട് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം 1ാം സ്വാതന്ത്ര്യ സമരം. ആക്ട് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1ാം സ്വാതന്ത്ര്യ സമരം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായ്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായ്. പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ ഇത് പറഞ്ഞതാര്? പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ ഇത് പറഞ്ഞതാര്? മുഹമ്മദ് അലി ജിന്ന. പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ ഇത് പറഞ്ഞതാര്? മുഹമ്മദ് അലി ജിന്ന. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജയപ്രകാശ് നാരായൺ. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക.
ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ. ഗുൽസാരി നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരി നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരി നന്ദ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് 2013 സെപ്റ്റംബർ 12. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് 2013 സെപ്റ്റംബർ 12. അപ്പോൾ ചോദ്യങ്ങളൊന്നുകൂടി ആവർത്തിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ കർത്താവ് അക്ബർ ചക്രവർത്തി. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1996. NH1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. ജനസംഖ്യയിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൊൽക്കത്ത. ആക്ട് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1-ാം സ്വാതന്ത്ര്യ സമരം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ ഇത് പറഞ്ഞതാര്? മുഹമ്മദ് അലി ജിന്ന. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജയപ്രകാശ് നാരായൺ. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 11-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരി നന്ദ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് 2013 സെപ്റ്റംബർ 12. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.